കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. കോൺടാക്ട് 08069247571. കേരള നിയമസഭാ സമിതി കേരള കലാമണ്ഡലം സന്ദർശിച്ചു. 2013 മുതലുള്ള കലാമണ്ഡലത്തിന്റെ വാർഷിക റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടവയുടെ പരിശോധനയ്ക്കായാണ് സമിതി എത്തിയത്. 2013 മുതലുള്ള കലാമണ്ഡലത്തിന്റെ വാർഷിക റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടവയുടെ പരിശോധനയ്ക്കായാണ് സമിതി എത്തിയത്. PC വിഷ്ണുനാഥ് MLA ചെയർമാനും MLA-മാരായ NK അക്ബർ, P അബ്ദുൽ ഹമീദ്, M വിജിൻ, ET ടൈസൺ മാസ്റ്റർ, MS അരുൺകുമാർ എന്നിവരുമാണ് സമിതിയിലുള്ളത്. സമിതി കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കി. കേരള കലാമണ്ഡലത്തിന് ആവശ്യമായ പിന്തുണ വാഗ്ദാനം ചെയ്താണ് സമിതി മടങ്ങിയത്. നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന കടലാസുകൾ സംബന്ധിച്ച സമിതിയാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ കേരള കലാമണ്ഡലവും കൂടൽമാണിക്യ ദേവസ്വവും ഞങ്ങൾ സന്ദർശനം നടത്തിയത്. സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള ശ്രീ അമീദ് മാസ്റ്റർ, അക്ബർ MLA, ടൈസൺ മാസ്റ്റർ, അരുൺകുമാർ MLA, വിജിൻ MLA, ഈ ഇത്രയും അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരും കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ കൂടൽമാണിക്യം ദേവസ്വത്തിൽ പോയി ഒരു അടിസ്ഥാനപരമായിട്ടൊരു തെളിവെടുപ്പ് മീറ്റിംഗാണ്. അതിനുശേഷം കലാമണ്ഡലത്തിൽ വന്നു. അപ്പോൾ നിയമസഭയുടെ മുമ്പാകെ സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ വാർഷിക റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ച പരിശോധനകൾ നടത്തുന്നതാണ് ഈ സമിതിയുടെ ഉത്തരവാദിത്വം. ഗവൺമെൻറ്റിൽ നിന്നൊരു തുക ഗ്രാൻഡായി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കണക്കുണ്ടാകണം. അപ്പോൾ ആ പരിശോധന അതൊരു ഒഫീഷ്യൽ വിസിറ്റ് ആയിരുന്നു. ഇത് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം VCയിൽ നിന്നും രജിസ്ട്രാറിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. 23 വരെയുള്ള ഓഡിറ്റ് സംബന്ധമായ പരിശോധനകളെല്ലാം ആ നിലയിൽ പൂർത്തിയാക്കി. അതോടൊപ്പം കലാമണ്ഡലം നേരിടുന്ന അതിൻ്റെ ചില സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അവരും നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സാമാജികരെന്ന നിലയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതൊക്കെ തന്നെ നിയമസഭയുടെയും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരും. ഭരണപരമായി നടപ്പിലാക്കേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതും സമിതിയുടെ ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായി തന്നെ ഉൾക്കൊള്ളിച്ച് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. VCB ന്യൂസ്, ചെറുതുരുത്തി.